ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് കുറച്ച് കാർഡ്സ് ചോദിച്ചു. അതിൻ്റെ മീനിങ് എന്ന് വേണം. നമുക്ക് കുറച്ച് കാർഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് എന്നത്തെയും പോലെ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് കൈകളും ചേർത്ത് വെക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാൻ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 7 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്, ലെസ് കോൺടാക്ട് സിറ്റുവേഷനിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയ സമയം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കൊണ്ടുപോയ പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോയി, നിങ്ങളുടെ മനസ്സമാധാനത്തെ കൊണ്ടുപോയി, നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെ കൊണ്ടുപോയി. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളെ തന്നെ കൊണ്ടുപോയി. നിങ്ങളുടെ ശരീരം ഇവിടെയും മനസ്സ് അവിടെയാണ്, അല്ലേ? ഈ കാര്യങ്ങളെല്ലാം നടന്നത് പെട്ടെന്നാണ്. നിങ്ങളും അവരും നല്ല രീതിയിൽ ടൈംസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് ക്വിക്കായിട്ട് സൈലന്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയതെന്ന് യൂണിവേഴ്സ് പറയുന്നു. പ്രപഞ്ചം ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്. പ്രപഞ്ചമാണ് ഇതിനെല്ലാം സാക്ഷി എന്നും ഈ കാർഡ്സ് മീൻ ചെയ്യുന്നു. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 2 ഓഫ് സോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവാൻ കാരണം 2 വ്യക്തികളാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ കണ്ണുകൾ വലിച്ചു മുറുക്കി കെട്ടിയ ഒരു അവസ്ഥയാണ്. 2 വ്യക്തികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തിയുമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവാനുണ്ടായ സാഹചര്യം എന്ന് യൂണിവേഴ്സ് പറയുന്നു. നമ്മുടെ കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? എന്താണ് രാത്രി, എന്താണ് പകലെന്ന് പോലും നമുക്കറിയില്ല. എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയില്ല, അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയതെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 7 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ആ പേഴ്സൺ പോകുന്ന സമയത്ത് അവർക്ക് എങ്ങനെ ചെയ്യണമെന്നറിയില്ല. ചോയ്സിനെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് അവരുടെ ഫാമിലി, കരിയർ, അവരുടെ ഫ്രണ്ട്സ്, അവരുമായി കണക്ട് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു സൈഡിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട്. അപ്പോൾ എന്തിനെ ചൂസ് ചെയ്യണം, എന്താണ് എൻ്റെ ലൈഫിലേക്ക് ഫ്യൂച്ചറിലേക്ക് നല്ലതായി വരിക എന്ന് ഒരു തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇവിടെ കപ്സ് കമത്തി വെച്ചിട്ടുണ്ട്. ഒരു കപ്സിൻ്റെ താഴെ ഒരു സ്നേക്കാണ്. ഇവിടെ ഒരു കപ്സിന്റെ മേലെ എന്ന് പറയുന്നത് ഒരു ലാഡർ വെച്ചിട്ടുണ്ട്. എന്നാൽ അപ്പുറത്തെ ഒരു കപ്പിന്റെ സൈഡിൽ ഒരു ബാറ്റിനെയാണ് കാണിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു നദി ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങളോടുള്ള സ്നേഹം അവരിൽ നിന്ന് ഒഴുകി പോകുന്നതായിട്ട് കണക്കാക്കാം. ഒരു സൈഡിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന വ്യക്തികൾ, അത് ഒരു പാമ്പിന്റെ രൂപത്തിലോ ഒരു വവ്വാലിന്റെ രൂപത്തിലോ ഒക്കെ ആയിട്ട് കണക്കാക്കാം. നല്ല പ്രവൃത്തിയല്ല അവർ ചെയ്തുകൊണ്ട് ഇരുന്നത് ആ സമയങ്ങളിൽ എന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആ ലേഡറുമേ അവർക്ക് പിടിച്ച് കയറി വന്നാൽ നിങ്ങളുടെ സ്നേഹത്തിലേക്ക് നിങ്ങളിലേക്ക് വരാം. എന്നാൽ അവിടെ മറ്റുള്ളവരുടെ പ്രവൃത്തി മൂലം, ഇവിടെ 2 ഓഫ് സോർട്സ് കാർഡ് കണ്ടോ, മറ്റുള്ളവരുടെ പ്രവൃത്തിയും വാക്കും മൂലം നിങ്ങളെ ഒരു ചോയ്സ് പോലെ അവർ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് എങ്ങനെ എന്ന് അറിയാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ മൂൺ ഉണ്ടല്ലോ, മൂൺ കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. മൂൺ കാർഡ് റിവേഴ്സ് വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ആശയക്കുഴപ്പം നേരിട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഉത്കണ്ഠയാണ് കാണിക്കുന്നത്. എന്ത് ശരി എന്ത് തെറ്റ് എന്നറിയാൻ പറ്റാത്തൊരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവരെന്ന് പറയുമ്പോൾ ആ ഒരു സമയങ്ങളിൽ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു സമയമായിരുന്നിരിക്കണം. എങ്കിലും അവർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. നിങ്ങളും അവരുമായിട്ടുള്ള ആ സമയങ്ങളിൽ മറ്റുള്ളവരുടെ പ്രവൃത്തി ആ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അവരോരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ടാവാം, ഈ ബന്ധം തുടർന്ന് പോയി കഴിഞ്ഞാൽ നിനക്ക് ഫ്യൂച്ചറിൽ മറ്റുള്ളവരിൽ നിന്ന് കുത്തുപാടുകൾ കേൾക്കേണ്ടി വരും. മറ്റുള്ളവർ നിന്നെ തള്ളിപ്പറയും. നിനക്ക് പിന്നെ ആരും ഉണ്ടാവില്ല, ആ വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെ സ്വീകരിക്കണം, എന്താണ് നിന്റെ ജീവിതമെന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂ. നല്ലതും ശരിയും നീ തന്നെ ഡിസൈഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ അവർക്ക് രാത്രി കാലങ്ങളിൽ കൂടുതലും ഭയത്തെയാണ് കാണിക്കുന്നത്, ഉത്കണ്ഠയാണ് കാണിക്കുന്നത്. എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാം ഒരു പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായ കാര്യങ്ങളാണ് ഈ 5 കാർഡ് മീൻ ചെയ്യുന്നത്.
എന്നാൽ യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം ഏസ് ഓഫ് വാൻസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളൊരു ക്ലിയർ തിങ്കിങ് നിങ്ങളിൽ തന്നെ കൊണ്ടുവന്നു, സെൽഫ് ലവ് ഒക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. എങ്ങനെയൊക്കെ മാറ്റം വരാം? നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നോണം നിങ്ങൾ ആഗ്രഹിച്ച സക്സസ്സിലേക്ക് നിങ്ങൾ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കരിയർ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു എഡ്യൂക്കേഷൻ ആണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച ഏതൊരു സ്വപ്നമാകട്ടെ, ആ ആഗ്രഹം നിങ്ങളിലേക്ക് സക്സസ്സിനെയാണ് കൊണ്ടുവരുന്നത്, സന്തോഷത്തിനെയാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചു, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് നല്ല രീതിയിലാകുമോ, സക്സസ് ആകുമോ? യെസ്. സൺ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല, യെസ് എന്നേ പറയാനുള്ളൂ. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ പുരോഗതിയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് സക്സസ്സിനെയാണ് കാണിക്കുന്നത്. സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുന്ന, അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ച കാര്യം സാധ്യമായിട്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ദ സൺ കാർഡിലൂടെ. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 8 ഓഫ് പെൻഡക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. 8 ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ മാസ്റ്റേഴ്സ് എ സ്കിൽ എന്ന് പറയാം, എൻ എക്സ്പേർട്ട് എന്ന് പറയാം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ സമയത്ത് ഒന്നുമല്ലായിരുന്നു. എന്നാൽ നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ് അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ട്. ആ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി. നിങ്ങൾ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചില കാര്യങ്ങളിൽ. ആ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങി. ആ കഴിവിലൂടെ ഏർണിങ്സ് വന്നു തുടങ്ങി. ഒത്തിരി പേർക്ക് നല്ലൊരു കരിയറാണ് കാണിക്കുന്നത്, ന്യൂ ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്, ബെറ്റർ ലൈഫാണ് കാണിക്കുന്നത്. നല്ല എഡ്യൂക്കേഷൻ പരമായിട്ട് മുന്നേറുന്ന വ്യക്തികളാണെങ്കിൽ സക്സസിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഒരുപാട് ക്ഷമ വേണം. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവാം, തടസ്സങ്ങൾ ഉണ്ടാവാം. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ചുറ്റുമുള്ളവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. നെഗറ്റീവായിട്ട് അവർ തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് നെഗറ്റീവ് വരും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മറ്റുള്ളവരുടെ പ്രവൃത്തിയൊക്കെ ഉണ്ടാവാം നിങ്ങളുടെ യാത്രയിൽ. ആ യാത്രയിൽ നിങ്ങൾക്ക് ഒത്തിരി ക്ഷമ വേണമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതുപോലെ തന്നെ വേണ്ട കാര്യം എന്താണ്? ഒരു ദൃഢനിശ്ചയം വേണമെന്ന് പറയുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഉറച്ച നിലപാടോടുകൂടി പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആത്മധൈര്യത്തോടു കൂടി പ്രവർത്തിക്കാനാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഏസ് ഓഫ് വാൻസ് കാർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് വരും. അതാണ് ഇപ്പോൾ നിങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ ആഗ്രഹത്തോടു കൂടി നിങ്ങളോട് പ്രാർത്ഥിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാക്കിയെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ടേ സാധിക്കൂ എന്ന് പറയുന്നു. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് കപ്സ് കാർഡാണ്. ഏസ് ഓഫ് കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ ന്യൂ കണക്ഷനെയാണ് കാണിക്കുന്നത്, ന്യൂ റൊമാൻറ്റിക് മൊമെന്റിനെയാണ് കാണിക്കുന്നത്. അത്രമേൽ സ്നേഹമാണ് കാണിക്കുന്നത്. ഒരു എവേക്കനിങ് ദ ഹേർട്ട് എന്ന് പറയുന്നത്, ഒരു പുതുജീവൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് അത്രമേൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനാണ്. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. പോസിറ്റീവ് ഔട്ട്കംസിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. സന്തോഷത്തെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചോ ആ കാര്യം സാധ്യമാകാനായിട്ട് വളരെ എളുപ്പത്തിൽ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹവും, നിങ്ങൾ ആഗ്രഹിച്ച കരിയറും, നിങ്ങൾ ആഗ്രഹിച്ച ഓരോരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് സാധ്യമാക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ്. അവരാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത്ര നാളും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അവരാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അത്രമേൽ ആഗ്രഹമാണ് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ളത്. അവരൊന്ന് കാണുവാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട്. സീക്കിംഗ് കണക്ഷൻ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പാഷനേറ്റ് ആയിട്ടുള്ള സോൾ കണക്ഷൻ എന്ന് യൂണിവേഴ്സ് പറയുന്നു. അവർ നിങ്ങളെ ഇപ്പോൾ കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത തെറ്റിനെ ഓർത്തിട്ട് അവർ ക്ഷമ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് പറയാത്ത ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവാം. ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് അവർക്കറിയാം.
നിങ്ങളാണ് ട്രൂ ലവ് എന്നവർ മനസ്സിലാക്കുമ്പോൾ നിങ്ങളോട് എല്ലാം ചെയ്തുകൊണ്ട് മാപ്പ് അപേക്ഷിക്കാനായിട്ട് അവർ തയ്യാറായി നിൽക്കുന്നു. ആ ഒരു പഴയ ഒരു കണക്ഷൻ ഒന്നുകൂടി പുതുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. പാസ്റ്റിൽ നിങ്ങളും അവരും ഉണ്ടായ ആ സ്നേഹം ഒന്നുകൂടി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അത്രമേൽ ഇഷ്ടത്തോടു കൂടി, അത്രമേൽ താല്പര്യത്തോടു കൂടി നിങ്ങളിലേക്ക് നോക്കി കാണുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കാണിക്കുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് ടൈം കാർഡ് കൂടെ എടുക്കാം. എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ വിത്തിൻ 1 വീക്ക് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനുമുള്ള സാഹചര്യമുണ്ടെന്നാണ് പറയുന്നത്. സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ 18 ഡേയ്സ് ആണ്, 18 ദിവസം. തേർഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഇൻ 15 ഡേയ്സ്, 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണും കാണുവാനും സംസാരിക്കുവാനുമുള്ള ഒരു സാഹചര്യമുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരുവാനായിട്ട് ഒരു ഗൈഡായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്ന കാർഡ്സ് നിങ്ങൾ അട്രാക്ട് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്നേഹം തിരിച്ചു വരും, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. ഈ റീഡിങ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്വന്തം നിംസ്.